സീസൺ തീരണതിന് മുന്നേ ഒരു കടച്ചയ്ക്ക വറുത്തരച്ച കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളിയും സവാളയും തക്കാളിയും വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി പച്ചമല്ലി ഉണക്കമുളക് പിന്നെ കുറച്ച് സ്പൈസസ് ആട്ടോ പെരിഞ്ചീരകവും കുരുമുളക് ഏലക്കയൊക്കെ അതിൻ്റെ കൂടെ തേങ്ങ ചിരകിയത് 2 തണ്ട് കറിവേപ്പില കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ എടുത്തു വെച്ചു. അതിൻ്റെ കൂടെ ഉപ്പും പിന്നെ കുക്ക് ചെയ്യാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണയും. അപ്പോൾ സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചേക്കാം. അതിലേക്ക് ചൂടായി കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ ആ സ്പൈസസ് എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. ആ ഏലക്കയ്ക്ക് ഒന്ന് പൊട്ടി വരുമ്പം അതിലേക്ക് ആ പച്ചമല്ലിയും മുളകും പെരിഞ്ചീരകം എല്ലാം അങ്ങോട്ട് ഇട്ടിട്ട് ആ വെളിച്ചെണ്ണയിൽ ഒന്ന് നല്ലപോലെ മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. മല്ലിയൊക്കെ ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ ചിരകി വെച്ചിരുന്ന തേങ്ങ ഇട്ട് കൊടുക്കുക. ഇനി തേങ്ങ നമുക്ക് ഒന്ന് വറുത്തെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ തേങ്ങ വറുത്ത് കഴിയുമ്പം അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത്, കുറച്ച് ഇഞ്ചി, അതുപോലെ നമ്മൾ നന്നാക്കി വെച്ചിരുന്ന വെളുത്തുള്ളി എല്ലാം കൂടെ അതിലേക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് തേങ്ങയൊക്കെ വറുത്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി ആ തേങ്ങയും വെളുത്തുള്ളിയും ഉള്ളിയും ഇഞ്ചിയും എല്ലാം ഒന്ന് മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞിട്ട് അത് ഒരു പ്ലേറ്റിലേക്ക് വാങ്ങി വയ്ക്കാം. ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കണം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ. കാരണം ഒട്ടും തരി കടിക്കാത്ത രീതിയിൽ നല്ലപോലെ കുറച്ച് വെള്ളമൊഴിച്ച് അരച്ചെടുത്തു. പിന്നെ നമ്മൾ കടച്ചക്ക വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കറിലേക്ക് കടച്ചക്ക ഇട്ട് കൊടുത്തു, തക്കാളി ഇട്ട് കൊടുത്തു, അതിൻ്റെ കൂടെ കുറച്ച് സവാള ഇട്ട് കൊടുത്തു, പച്ചമുളക് കീറിയത് ഇട്ട് കൊടുത്തു, പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കടച്ചക്കയ്ക്ക് വേണ്ട ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലപോലെ ഒരു 2 വിസിൽ അത്ര മതി. 2 വിസിലിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഉടഞ്ഞു പോകാതെ നോക്കണം കേട്ടോ കുക്കറിൽ വേവിക്കാൻ നേരത്ത്. ഇനി നമുക്കിത് അങ്ങ് മാറ്റി വെച്ചേക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുക് പൊട്ടിക്കാം. അതിലേക്ക് കടുക് പൊട്ടിക്കഴിയുമ്പം കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേർന്ന് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. ഇനി അതൊന്ന് മൂപ്പിച്ചെടുക്കണം. അതെല്ലാം മൂപ്പിച്ചെടുത്ത് കഴിയുമ്പം നമ്മൾ കളറിനായിട്ട് മാറ്റി വെച്ചിരുന്ന കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ മുളക് പൊടി നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ ആ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചിരുന്ന തേങ്ങയൊക്കെ ഇട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് തന്നെ നമ്മൾ ആ മിക്സിയുടെ ജാറ് കഴുകി വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് തിളച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു കേട്ടോ. അത് നന്നായിട്ട് തിളച്ചപ്പം അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ അരപ്പിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ. എന്നിട്ട് നമ്മൾ ആ വേവിച്ച് വെച്ച കടച്ചക്ക അതിലേക്ക് ഒഴിച്ചു. അത് ഇനി നല്ല പോലെ ഒന്ന് തിളച്ച് പറ്റിച്ചെടുക്കണം. അത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് പറ്റിച്ചെടുത്തിട്ട് നമ്മൾ കറി വാങ്ങി വയ്ക്കും. അപ്പോൾ തണുത്ത് കഴിയുമ്പോൾ അത് നല്ലപോലെ തിക്ക് ഗ്രേവി ആയിരിക്കും കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. കടച്ചക്കയുടെ സീസൺ തീരണതിന് മുന്നേ പെട്ടെന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോ കേട്ടോ. അടിപൊളിയാണ്.